Good morning, children. So, today we are going to learn about Faraday's law. So, before going to learn generator, കുറച്ചും കൂടെ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവാനുണ്ട്. ഓക്കെ, സോ അതിനാണ് ഞാൻ ഈ ഫാരഡേസ് ലോ കൂടി എടുക്കുന്നത്. സോ വാട്ട് ഇസ് ഫാരഡേസ് ലോസ് മീൻസ് I already told you what is electromagnetic induction. That is the process of producing electricity through motion. Okay, it is producing electricity through motion. So here we can see that in there is a magnet, that is a north pole and a south pole, and it is a current carrying, this is a conductor. So here when the conductor is moving upwards and downwards, when the conductor is moving upwards and downwards, because here the magnetic field will be from north pole to south pole, and when the current is moving upwards and downwards, okay, when the current carrying conductor is moving upwards and downwards, it will be cutting this magnetic field lines, right? When the current is moving upward and downward, that is the 1 and 2 position, the current will be moving upwards and downwards. So in that position, it will be cutting the magnetic field line. What about the section 3 and 4? In the when the wire is moved in the direction of 3, in the direction of 4, it is moving along the magnetic field lines. So while studying electric motor, we have discussed one important point, that when the current direction of the current and the magnetic field lines are parallel, there will be no force, right? നമ്മളത് ഓർമ്മയുണ്ടോ? അതായത് ആ ഒരു ആർമേച്ചർ കോയിലില് മോളത്തെ സെക്ഷൻ, അതായത് മോളത്തെ രണ്ട് സെക്ഷൻസ്, ദാറ്റ് ഈസ് ബി സി ആൻഡ് സി ഡി, ഈ രണ്ട് സെക്ഷൻ ആ പാരലൽ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. സോ ദർ ഇസ് നോ ഫോഴ്സ്. അപ്പൊ അത് മോട്ടോർ ആയതുകൊണ്ട് ഫോഴ്സ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജനറേറ്റർ ഓർ ഹിയർ വി ആർ പ്രൊഡ്യൂസിങ് കറന്റ്. സോ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്, അവിടെ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്ത രണ്ട് ഫാക്ടേഴ്സ് എന്തായിരുന്നു? കറണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും. ഇവിടെ വി ആർ പ്രൊഡ്യൂസിങ് കറന്റ്. സോ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്താ? മാഗ്നറ്റും ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മോഷൻ. ഇതാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. സോ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം എല്ലാം റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ ആയിരിക്കണം. ഇതിൽ രണ്ടെണ്ണം പാരലൽ ആയാൽ മറ്റേതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ആയാലേ മറ്റേതും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. രണ്ടും പാരലൽ ആയാൽ നമുക്ക് ആ റൈറ്റ് ഹാൻഡ് റൂള് വെക്കാനേ പറ്റില്ല. മനസ്സിലായോ? സോ ഈ 1 and 2 പൊസിഷൻസിൽ മാത്രമാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക? വാട്ട് കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുക. ഇവിടെ 3 and 4 ആൻഡ് ഈ 3 and 4 ഡയറക്ഷനിൽ വാട്ട് വി ക്യാൻ സേ ഇസ് ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസിങ് എനി ഡയറക്ഷൻ. ഈ 3 and 4 നമുക്കറിയാം, ഇറ്റ് ഇസ് മൂവിങ് എലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് വിൽ ബി മൂവിങ് എലോങ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അവിടെ പാരലൽ ആണ് ഫോഴ്സും, അതായത് ഈ വയറിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഫോഴ്സ് ഉദ്ദേശിക്കുന്നത്. ആ ഫോഴ്സും magnetic field lines parallel ആണ്. So it will not be producing any current. It will not be producing any induced current. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ 1 and 2 എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആണ്, 3 and 4 എലോങ് ആണ്, 6 and 5 എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഏകദേശം ഒരേപോലെയാണ്. ഇപ്പോൾ 6, 5 ഇങ്ങോട്ട് മുകളിലോട്ട് പോവും. അതായത് 5 മീൻസ് സ്ട്രെച്ചിങ് മുകളിൽ താഴെ, ഇത് ഇങ്ങനെയാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് പോവാണ്. ഇങ്ങനെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ അവിടെ ആ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ തന്നെ ഒരു നിങ്ങളുടെ ജസ്റ്റ് ഒരു പാത്ത് ഇങ്ങനെ വെച്ചിട്ട്, അതായത് ആ ഒരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മളിപ്പോൾ ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ആ ഫ്ലക്സ് ലൈൻസ് കട്ടാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടാവുന്നില്ല എന്നല്ല പറയുന്നത്, കട്ടാവുന്നുണ്ട്. ബട്ട് ഇതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഭാഗം 6 and 5 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, 1 and 2 മാത്രം കൺസിഡർ ചെയ്താൽ മതി. 6 and 5 അവിടെ ഒരു ചെറിയ മോഷൻ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഫാരഡേസ് ലോ, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത്. ഫാരഡേസ് ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ പറഞ്ഞു, ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സജസ്റ്റ് ദാറ്റ് വോൾട്ടേജ് ഇസ് ഇൻഡ്യൂസ് ഇൻ ദ കണ്ടക്ടർ വെനെവർ കണ്ടക്ടർ
cuts the magnetic field line that is moves across them. ഇവിടെ അത് കണ്ടോ, ഇതിന്റെ across ആയിട്ടാ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ across ആയി പോകുമ്പം it will be producing what, a magnetic field, in current, but not when moves along them. അതിന്റെ ഒപ്പം ഇവിടെ കണ്ടോ, it is moving along them or at the rest. റെസ്റ്റിലാവുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ ഒപ്പം പോവുകയാണെങ്കിൽ it will not be producing the magnetic field. It will not be producing the induced current. That is, there will be no change in the magnetic flux. So what is magnetic flux? That is a total lines of force passing through a closed surface. What is magnetic flux? The total lines of force, total magnetic lines of force passing through a closed surface. So ഇവിടെ total lines of force അവിടെ കട്ടാവും. ഓക്കെ, എവിടെ നമ്മളിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോൾ കട്ടാവും. ഇവിടെ ടോട്ടൽ ലൈൻസ് ഫോഴ്സ് അങ്ങനെ ഫുള്ളായിട്ട് ഈ 3 and 4 സെക്ഷനിൽ ഫുള്ളായിട്ട് അതിൽ കൂടെ തന്നെ പോവാണ്. അപ്പോൾ അവിടെ ഒരു കട്ട് വരുന്നില്ല. സോ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് ഒരു ചേഞ്ച് വരണം. ഐദർ ഡിക്രീസ് ഓർ ഇൻക്രീസ്. അവിടെ ഒരു ചേഞ്ച് വരണം, ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ചേഞ്ച് വരണം. ഇപ്പം നമ്മൾ കട്ടാവുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത് അല്ലെങ്കിൽ കുറയും അല്ലെങ്കിൽ കൂടും അല്ലേ. കട്ട് വരുന്നപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് കുറയും അല്ലെങ്കിൽ കൂടും. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് കട്ട് വരണം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ട് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ആവോ? ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് കട്ട് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് വരുന്നത്. ഫ്ലക്സ് മീൻസ് നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ദ പോയിന്റ്. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദ പോയിന്റിനൊരു ചേഞ്ച് വരും. അവിടെ ആ ചേഞ്ച് വരുവാണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇവിടെ കുറേ ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നുണ്ട്. സോ ഇങ്ങനെ 3 and 4 ഡയറക്ഷനിലാണെങ്കിൽ ആ ഫുൾ ലൈൻസ് ഓഫ് ഫോഴ്സും കംപ്ലീറ്റ് ആയിട്ട് അവിടെ റീച്ച് ആവും അല്ലേ. എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? കൂടുന്നുമില്ല കുറയുന്നുമില്ല, കംപ്ലീറ്റ് ലൈൻസ് ഓഫ് ഫോഴ്സും അതിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് 1 and 2 അല്ലേ, ഇൻ ദ കേസ് ഓഫ് 1 and 2 അത് അവിടെ കട്ടാവുകയാണ് അല്ലേ. ഇൻ ദ കേസ് ഓഫ് 1 and 2 അവിടെ ഒരു കട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ലൈൻസ് ഓഫ് ഫോഴ്സ് അവിടെ പാസ് ആവില്ല. ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലക്സിൽ അവിടെ ഒരു ചേഞ്ച് വന്നു. സോ ദിസ് ക്രിയേറ്റ്സ് കട്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ദസ് ഇറ്റ് വിൽ ഇൻഡ്യൂസ് ദ കറന്റ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ദ മോഷൻ ഷുഡ് ബി ഇൻ പെർപെൻഡിക്കുലർ വേ. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ദ മോഷൻ ഷുഡ് ബി ഇൻ പെർപെൻഡിക്കുലർ. അത് രണ്ടും ഒരു പാരലൽ ആയിട്ട് പോവുകയാണെങ്കിൽ, മോഷനും മാഗ്നറ്റിക് ഫീൽഡ് ലൈനും പാരലൽ ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ദ കറന്റ്. ഓക്കെ, സോ അവിടെ ഒരു നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ കട്ട് ജനറേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. സോ ദാറ്റ് മീൻസ് what it is indicating, an electromagnetic induction occurs only whenever there is a rate of change of flux. Rate of change of flux എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു മാറ്റം വരിക. കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്താൽ അവിടെ കറണ്ട് ജനറേറ്റ് ആവില്ല, അവിടെ ഒരു മാറ്റം വരണം. സോ ദിസ് ഇസ് വാട്ട് Faraday's law. Okay, this is what Faraday's law. I will show you one more PDF. So when there is a change in magnetic flux linked with a coil, an EMF is induced in the coil. Okay, an EMF is induced in the coil, and this phenomena is known as electromagnetic induction. This phenomena is known as electromagnetic induction. Clear? This is known as electromagnetic induction. So next video we'll be discussing about Lenz's law. Okay.